നമ്മുടെ കേരളത്തിൽ ഒരുപാട് വികസന കുതിപ്പുകൾ നടക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായും നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വികസനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വികസനങ്ങൾ ഓരോ സിറ്റിയിലും നടക്കുമ്പോൾ ആ വികസനത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനുണ്ട്. ഒരു സിറ്റിയിൽ വരുന്ന വികസനത്തെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റിയിലെ വികസനം ആ ഒരു സിറ്റിയുടെ ജനവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉതകുന്നതാണോ? എല്ലാവിധ പഠനങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണോ ഇത്തരം വികസനങ്ങളൊക്കെ നടക്കുന്നത്? ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത്തരത്തിൽ ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന വിധത്തിൽ ഒരു പഠനം ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന പഠനത്തിന് നേതൃത്വം കൊടുക്കുന്നത് UK-യിലെ കാർപ്പിഡ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആ ഒരു സെന്ററിലെ വിദ്യാർത്ഥികളും അവരോടൊപ്പമുള്ള അവരുടെ ടീച്ചർ, അവരുടെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസർ സാറുമാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. ലിവബിൾ അർബനിസം സ്റ്റുഡിയോ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാംഗ്ലൂരിൽ അവരുടെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് അവരെ ആ ഒരു സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇന്ത്യയിലേക്ക് അവരെ ആദ്യമായിട്ട് സ്വാഗതം ചെയ്തു. അതിനുശേഷം അവർ കൊച്ചിയിൽ പഠനങ്ങൾ നടത്തി. ഇപ്പൊ നമ്മുടെ കോഴിക്കോടും അവർ പഠനങ്ങൾ നടത്തുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ, ഒരുപാട് പ്രത്യേകതയുള്ള കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ കൗതുകമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് അറിയാനുണ്ട്. എന്തായാലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവരുടെ ടീം ലീഡറും അവരുടെ സീനിയർ പ്രൊഫസറുമായിട്ടുള്ള ശ്രീ ഷിബു റാമൻ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. അപ്പൊ നിങ്ങളുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഇത്തരത്തിൽ സിറ്റിയിലെ വികസനവുമായി ബന്ധപ്പെട്ട പഠനം എന്നുള്ളത് കൃത്യമായി അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പൊ അതിനൊരു ചെറിയൊരു വിശദീകരണം നൽകാം. ഓക്കെ, ഞങ്ങള് ഇങ്ങനെ പെട്ടെന്ന് വളരുന്ന നഗരങ്ങൾ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് നോക്കുന്നത് ഈ പെട്ടെന്ന് നഗരങ്ങൾ വളരുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെയൊക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സിറ്റിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും എന്നുള്ള സ്റ്റഡിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ലോകത്ത് പ്രത്യേകിച്ച് സദൺ ഹെമിസ്ഫിയറിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന റീജിയനിൽ നടക്കുന്ന വലിയ വലിയ നഗരവൽക്കരണം നടക്കുന്ന സ്ഥലങ്ങളിൽ സിറ്റികൾ സ്റ്റഡി ചെയ്യുകയാണെന്നാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ ഞങ്ങൾ മാംഗ്ലൂർ സ്മാർട്ട് സിറ്റി ആൾക്കാരെ ഞങ്ങൾ അഡ്വൈസറായിട്ട് വിളിച്ചു. അങ്ങനെ അതിനുശേഷം കൊച്ചിയെ പറ്റി സ്റ്റഡി ചെയ്തു. അങ്ങനെ ചീഫ് മിനിസ്റ്ററിൻ്റെ ഡെലിഗേഷൻ UK-യിൽ വന്നപ്പോൾ കാർഡിഫ് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കാർഡിഫ് യൂണിവേഴ്സിറ്റി ഞങ്ങളൊരു എക്സിബിഷൻ മാതിരി അത് ഞങ്ങളുടെ പഠനത്തിൻ്റെ ഫൈൻഡിങ്സ് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഡെലിഗേഷനാണ് ഞങ്ങളടുത്ത് സജസ്റ്റ് ചെയ്ത് ഇതേമാതിരി തന്നെ സ്റ്റഡി ബാക്കി കേരളത്തിലെ സിറ്റിയെ പറ്റി കൂടെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കേരളത്തിലെ സിറ്റി വളരെ ഡിഫറെൻ്റാണ്. ബാക്കി ഇന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ലോകത്തിലെ പല സ്ഥലത്തുള്ള സിറ്റി നോക്കുകയാണെങ്കിൽ ഒരു വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അത് പാടങ്ങളും ഇതൊക്കെ ആയിട്ട് മാറും. സിറ്റി സെൻറ്ററിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു ഡെൻസ് ആയിട്ടുള്ള സിറ്റി ഇല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു urban ഫാബ്രിക്കാണ്. അപ്പോൾ ഈ ഒന്നാമത് അത് എന്താണ് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് നമുക്ക് വളരെ അധികം അറിയാവുന്ന നമ്മുടെ പോപ്പുലേഷൻ്റെ നേച്ചറും നമ്മുടെ കൾച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം. പക്ഷെ അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇതേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ പണ്ട് പോപ്പുലേഷൻ കുറഞ്ഞ സമയത്ത് സ്പ്രെഡ് ചെയ്യുന്നത് കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും അഗ്രികൾച്ചറൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇതായിരുന്നു, എക്കോണമി ആയിരുന്നു. ഇപ്പോൾ അതല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ബിൽഡിങ്ങുകൾ കെട്ടാൻ തുടങ്ങുന്നു. അപ്പോൾ ഫ്ലഡുകൾ കൂടുന്നു. പിന്നെ സിറ്റി സെൻറ്ററിൽ നിന്ന് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് അവർക്ക് നടന്നു വരാൻ പറ്റുന്നില്ല. അപ്പോൾ കാറുകൾ വാങ്ങുന്നു. അപ്പോൾ കാറിൻ്റെ ഉപയോഗം കൂടുമ്പോൾ അതനുസരിച്ച് പൊല്യൂഷൻ കൂടുന്നു, ആക്സിഡൻസ് കൂടുന്നു. ആൾക്കാർ ലോക്കലായിട്ട് വാങ്ങുന്ന കാര്യങ്ങളും ലോക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പോൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിൽ മാത്രം പോയി വാങ്ങുന്നു. അപ്പോൾ ലോക്കൽ എക്കോണമി തകരുന്നു. പിന്നെ പല പല കോംപ്ലക്സ് ആയിട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സ്റ്റഡി ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് സാധാരണ ഒരു പ്ലാനിങ് സ്റ്റഡി ചെയ്യുന്ന പോലെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയും അപ്പോൾ ഒരു പോപ്പുലേഷൻ ഒരു 50,000 ആൾക്കാർ കൂടുന്ന ഒരു പ്രഡിക്ഷനിൽ ഇത്രയും ഒരു 10,000 മോർ ഹൗസസ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചിന് പകരം അടുത്ത ഒരു 50-100 കൊല്ലത്തിൽ അല്ലെങ്കിൽ വാട്ടെവർ ഫ്യൂച്ചറായിട്ടുള്ള നഗരം എന്താവണം,
എന്ത് ടൈപ്പ് നഗരമാവണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ കേരളമാണെങ്കിലും കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചി ആണെങ്കിലും ഏത് നഗരമാണെങ്കിലും എന്താവണം എന്ന് നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്ലാനിങ് മുഴുവൻ റിയാക്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട്, അവിടെ ഒരു റോഡ് വൈഡൻ ചെയ്യുക, അങ്ങനത്തെ ഒരു റിയാക്ഷണറി പ്ലാനിങ് മാത്രമേ നടക്കുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ മൊത്തമായിട്ട് നോക്കും കാലിക്കറ്റിൻ്റെ കപ്പാസിറ്റി എന്താണ്, കാലിക്കറ്റിൻ്റെ യുണീക്നെസ് എന്താണ്, കാലിക്കറ്റിന് എന്തിനെ പറ്റിയാണ് നമുക്ക് പണ്ട് നമ്മൾ സ്പൈസസും അതും ഇതൊക്കെ വേണ്ടി ലോകം മുഴുവൻ പ്രശസ്തമായിരുന്നു. ഇപ്പോൾ അതല്ല, വേറെ ടൈപ്പ് ഇക്കോണമിയാണ്, വേറെ ടൈപ്പ് ഐഡൻറ്റിറ്റിയാണ് നമുക്കുള്ളത്. നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസും പിന്നെ എന്താ പറയുക മൂവി മേക്കിംഗ് അല്ലെങ്കിൽ ഫുഡിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ കോഴിക്കോടിൻ്റെ പ്രത്യേകത, ഇതൊക്കെയാണ് പിന്നെ ടൂറിസത്തിനുള്ള പോസിബിലിറ്റി. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പം അത് ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ വെച്ച് നോക്കണേ ഏതിലാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അടുത്ത ഒരു ഡെക്കേഡിലേക്ക് അല്ലെങ്കിൽ സെഞ്ചുറിയിലേക്ക് നമ്മൾ നഗരത്തെ മാറ്റിയെടുക്കുക. വലിയ വലിയ മാസ്റ്റർ പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും ഇതിൽ വലിയ പ്രത്യേകമായിട്ട് ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വലിയ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ പ്രോജക്റ്റ് വരിക എന്നല്ലാതെ കാര്യമായ എന്താ സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആയിട്ടൊരു സിറ്റി മാറ്റിയെടുക്കാൻ പറ്റില്ല. അതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പം എല്ലാവരും കാറ് വാങ്ങുന്നു, നടക്കുന്നില്ല. അത് കാരണം നമ്മുടെ ഹെൽത്ത് ഇതാവുന്നു. വെച്ചാൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഇൽനെസ് ബാധിക്കുന്നത് കേരളത്തിലെ ആൾക്കാരെയാണ്. അപ്പം നടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും റോഡിന്റെ സേഫ്റ്റി ഇല്ല, പേയ്മെന്റ് ഇല്ല, പിന്നെ ചൂട്, മഴ, ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നടപ്പാത നന്നാക്കാം. അത് ഒരു സ്ഥലത്ത് 1 കിലോമീറ്റർ നന്നാക്കിയാൽ പോരാ, നഗരത്തിലെ മെയിനായിട്ട് ആൾക്കാർ നടക്കേണ്ട സ്ഥലങ്ങൾ നന്നാക്കണം. ഈ എന്താ മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് മുതൽ കുറ്റിച്ചിറ വരെയുള്ള ഭാഗം മൊത്തമായിട്ട് എല്ലാം നടക്കാവുന്ന കാര്യമാണ്. ചില ആൾക്കാർ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ വരുന്നവർ ബസ്സിൽ വന്നിട്ട് തന്നെ നടന്നു പോകും. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് അതിന് ഏറ്റവും മിനിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അത് ഗവൺമെന്റിലോ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലോ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റഡി. ഇത് സ്റ്റുഡൻസും ടീച്ചേഴ്സും കൂടെ ചെയ്യുന്നൊരു സ്റ്റഡിയാണ്. കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ വെൽഷ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ ഞങ്ങളിങ്ങനെ പല സ്റ്റുഡിയോസുകളിൽ ഒരു സ്റ്റുഡിയോ മാത്രമാണിത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ഇന്ത്യയിൽ പല പല നഗരങ്ങൾ ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇത് മെയിനായിട്ടുള്ള കാര്യം വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, അവരുടെ ആഗ്രഹങ്ങളും ഉത്കണ്ഠകളും ഒക്കെ മനസ്സിലാക്കുക, അവരെ എന്താണ് പ്രതീക്ഷിക്കുന്നത് നഗരത്തിൽ നിന്ന്, അവർക്ക് എന്താണ് വേണ്ടത് നഗരത്തിൽ നിന്ന്, നഗരത്തിന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് നഗരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ട്രാൻസ്പോർട്ട് മാത്രം ഡെവലപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഹൗസിംഗ് മാത്രം പ്രൊവൈഡ് ചെയ്തോ നഗരമായിട്ട് മാറുന്നില്ല. നഗരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതായത് ലോകത്തിലെ 55% ആൾക്കാരും ഇപ്പം നഗരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ അത് ആകെ 2-3% ലാൻഡ് മാസിലാണ് ഈ നഗരം മുഴുവനുള്ളത്. ലോകത്തിലുള്ള എല്ലാ നഗരങ്ങളും നോക്കിയാലും ആകെപ്പാട് വേൾഡിലുള്ള ലാൻഡ് മാസിൽ ആകെ 2-3% എടുക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ലത്, പ്രകൃതിയെ സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് നഗരമാണ് ഓൺ വൺ ഹാൻഡ്. അതിൻ്റെ മറുവശം എന്താ വെച്ചാൽ നഗരത്തിലുള്ള 55% ആൾക്കാർ 80% എനർജിയും റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡാണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസൽ എനർജി ഇതാണെങ്കിലും അതർ റിസോഴ്സ് എല്ലാം ഉപയോഗിക്കുന്നത് നഗരത്തിലെ ആൾക്കാർ. അപ്പോൾ റൂറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടുന്നുമില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നഗരത്തിലെ ആൾക്കാർ നഗരം നന്നായിരുന്നെങ്കിൽ ലോകം മൊത്തമായിട്ട് നന്നാവും. അപ്പൊ അതിന്റെ കാരണമാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ വളരെ പെട്ടെന്ന് വളരുന്ന നഗരത്തെ നോക്കുന്നത്. അവരാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൊന്നും റെഡിയല്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ഈ കടലിൽ പുഴയിലൊക്കെ പ്ലാസ്റ്റിക് വരുന്നതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കടലിലേക്കൊക്കെ പോകുന്നത് പെട്ടെന്ന് വളരുന്ന നഗരങ്ങളും ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത അതിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സെന്റർ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ആൾക്കാരുടെ അതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണം, ഈ പ്ലാസ്റ്റിക്കിന് പകരം എന്തെങ്കിലും ഉപയോഗിക്കും. നമ്മൾ പണ്ടൊക്കെ പോയി വെറുതെ പ്ലാസ്റ്റിക് കവർ വാങ്ങിയിട്ട് വരും ഷോപ്പിൽ നിന്ന്. ഇപ്പം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വന്നു ഇവിടെ കേരളത്തിൽ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നിർത്തുക. അങ്ങനത്തെ കുറെ അത്
ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഒരു ആർക്കിടെക്ചർ സ്കൂൾ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, ഫിസിക്കൽ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ അവരുടെ ബിഹേവിയർ നന്നാവണമെങ്കിൽ, ഇപ്പോൾ പ്ലാസ്റ്റിക് വെള്ളത്തിൽ എത്താതിരിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ഥലത്ത് ബിന്നു വേണം. അതെവിടെയാ വേണ്ടതെന്ന് നമുക്ക് നമ്മുടെ അനാലിസിസ് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാറ്റിൽ പറന്നുപോയി വെള്ളത്തിൽ വീഴാതിരിക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനത്തെ ഡ്രെയിനേജ് ഫിറ്റ് ചെയ്ത് ഡ്രെയിനേജ് കവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിലാണ് അത് ഡ്രെയിനിൽ വരാതിരിക്കാൻ നോക്കും. ഡ്രെയിനിൽ വീണിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് ക്ലോഗ് ചെയ്ത് അത് അവിടെ വെള്ളം കെട്ടിക്കിടന്നു, പിന്നെ കൊതുക് വന്ന് ആൾക്കാരുടെ ഹെൽത്ത് കേടായി. പിന്നെ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതിലൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു നഗരത്തിൽ നമ്മളൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, അപ്പം ആ പദ്ധതിയിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് പല സംഗതികൾ പിന്നെ ആ വികസനത്തോടനുബന്ധിച്ച് ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഒരു എന്താണ് ഒരു റോഡും ഒരു കെട്ടിടവും ഉണ്ടാക്കുകയാണെങ്കിൽ, ആ റോഡ് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ, അല്ലെങ്കിൽ കെട്ടിടം ഉണ്ടാക്കുന്ന ആൾക്കാർ, ഒരു കെട്ടിടം ഉണ്ടാക്കുന്ന ആളുകൾ അത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ തൊട്ട് മുമ്പിലുള്ള ആ റോഡിനെ അതെങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പുറകിൽ താമസിക്കുന്ന ആളെ അതെങ്ങനെ ബാധിക്കുന്നു, മുൻപോട്ട് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്ത പലപ്പോഴും കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു അതും കൂടെ നിങ്ങളുടെ ഈ പഠനത്തിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നോക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പദ്ധതികളോ അല്ല. ഇത് മൊത്തമായിട്ട് ഒരു നഗരത്തെ മൊത്തമായിട്ട് കാണുക. അപ്പൊ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ഒരു റോഡ് വൈഡൻ ചെയ്താൽ ആ റോഡിന്റെ അടുത്തുള്ള താമസിക്കുന്ന ആൾക്കാരോ അല്ലെ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല, വളരെയധികം സിറ്റിയിലെ പല ഭാഗത്തെ ആൾക്കാരും അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എഫക്ട് ചെയ്യും. അപ്പോൾ അതേമാതിരി തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു ലാൻഡ് ഓണർക്ക് അവരുടെ ലാൻഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ അധികാരമാണ്. അവർക്ക് അതിന്റെ കൂടുതൽ അറിയാൻ സ്റ്റഡി ചെയ്യാനുള്ള ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതൊരു പ്രൈവറ്റ് ബിൽഡറിന്റെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലല്ലോ. പക്ഷെ ഇത് അനലൈസ് ചെയ്തിട്ട് പെർമിറ്റ് കൊടുക്കുക, അതിനെപ്പറ്റി നമുക്ക് ഓൾറെഡി അറിഞ്ഞിരിക്കണം. അവർ ഇങ്ങനൊരു പെർമിഷൻ ചോദിക്കുമ്പോൾ അത് അനലൈസ് ചെയ്യുമ്പോൾ വേണ്ടി 5-8 കൊല്ലം എടുക്കും. പക്ഷെ ഇത്രയും ഡേറ്റയും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ, അതൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു സിസ്റ്റം ആക്കി വെച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ബാക്കി സാധനങ്ങളെ ബാധിക്കുന്ന ഉടനെ തന്നെ പറയാൻ പറ്റും. എയും മെഷീൻ ലേണിംഗ് ഒക്കെ ഉള്ള ഈ സമയത്ത് സെക്കൻഡ് കൊണ്ട് ഈ സാധനം അതിന്റെ ഇമ്പാക്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ തന്നെ വേണം സിറ്റിക്ക്. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രോജക്റ്റിന് പകരം, വലിയ പറഞ്ഞാൽ ഞാൻ പറയുന്ന ബിൽഡിങ്ങിന്റെ ഹൈറ്റോ സൈസോ ഒന്നുമല്ല, വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പ്രോജക്റ്റ്, വലിയ ക്യാമ്പസ് മാതിരി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പകരം ഇവിടെയുള്ള ഇഷ്ടംപോലെ ബിൽഡിംഗ് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ പുറമേക്ക് ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് പകരം നഗരത്തിന്റെ ഉള്ളിൽ തന്നെ എത്രയോ അണ്ടർ യൂസ്ഡ് ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്. അതിനെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പുറമേക്ക് ഇത്രയും റോഡ് കെട്ടേണ്ട ആവശ്യമില്ല. ഇത്രയും റോഡ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൈസ, ആ ടാക്സ് ഇൻകം സിറ്റിയിലേക്ക് വന്നതിന് നമുക്ക് ഇതിന്റെയൊക്കെ എത്രയോ മുന്നേ തന്നെ മെട്രോ റെയിൽ ഇവിടെ കൊണ്ടുവരാൻ. ഈ റോഡിൽ മത്സര ഓട്ടം നടക്കുന്ന ബസ്സുകൾക്കോ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. കുറെ കൂടെ സേഫ് ആയിട്ട് ആൾക്കാർ നടക്കാൻ തുടങ്ങും. ആൾക്കാർ നടന്നിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ കുറയും ആൾക്കാരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. പിന്നെ പല ഗുണങ്ങളുണ്ട്. ഇതെല്ലാം മൊത്തമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു അനലിറ്റിക്കൽ മോഡൽ വേണം. ഈ മോഡലൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റിയോ അതിനുള്ള സ്കില്ലോ ട്രെയിനിങ്ങോ ഒന്നും നമ്മുടെ പ്ലാനിങ് സിസ്റ്റമിലില്ല. ഇപ്പോൾ സിസ്റ്റമില്ല, അത് മാറി വരണം. അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് CMന്റെ ഡെലിഗേഷൻ അത് ഇംപ്രസ്ഡ് ആയിട്ടാണ് ഞങ്ങളടുത്ത് ഇതേമാതിരി ബാക്കി സ്റ്റഡി ചെയ്യാൻ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു CMന്റെ പ്രസ് മീറ്റിൽ തന്നെ ഈ ഒരു കാര്യം വളരെ കൃത്യമായി നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ പറ്റിയും നിങ്ങളുടെ പഠനത്തെ പറ്റിയും CM പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പം CM ഡയറക്റ്റ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു തോന്നുന്നു അല്ലേ, ഈ ഒരു പഠനം തുടരണം എന്നാണ് CMന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ ചീഫ് സെക്രട്ടറിയും പിന്നെ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു ആ ഡെലിഗേഷനിൽ. അപ്പോൾ അവരൊക്കെ അതിൽ ഒരു ജനറൽ എഗ്രിമെന്റ് ഉണ്ട്, ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഞങ്ങളതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാം. ആരുടെയും ഒരു പ്രഷർ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് കുറച്ച് കൂടുതൽ ക്രിയേറ്റീവ് ഫ്രീഡം ഒക്കെ എടുക്കുന്ന സൊല്യൂഷൻ ആയിരിക്കും. അത് ചിലപ്പം പ്രാക്ടിക്കലായിട്ട് ഗവൺമെന്റ് ലെവലിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, അവരാലോചിക്കാത്തതോ ചെയ്യാൻ പറ്റുമോ എന്ന് തിങ്ക് ചെയ്യുക പോലും ചെയ്യാത്ത കുറേ സൊല്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ച് നമ്മൾ കൊച്ചിയിൽ വന്നപ്പോൾ ഞങ്ങൾ വാട്ടർ ഹൈസിനെ പറ്റി, ഈ കുളവാഴയില്ലേ, അതിനെ പറ്റി അതെങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റഡി ചെയ്തത് അവർക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. അതേമാതിരി വിമൻ സേഫ്റ്റിനെ പറ്റി ചെയ്തത് അങ്ങനെയാണത് ഞങ്ങൾ ഈ ജെൻഡർ പാർക്കിൻ്റെ ജെൻഡർ സെൻസിറ്റീവ് പ്ലാനിങ്ങിൻ്റെ പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്യാൻ
വേണ്ടി ഓണറബിൾ വീണ ജോർജ് ക്ഷണിച്ചിരുന്നു. ഓക്കെ. അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അഡ്വൈസറായിട്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ റിസർച്ച് തന്നെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് ആധുനികമായിട്ടുള്ള കുറെ സംവിധാനങ്ങൾ കടന്നു വരുന്നു തോന്നുന്നു എനിക്ക്. ഇപ്പം സാർ നേരത്തെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത് ഈ സൗണ്ട് പൊല്യൂഷൻ, അതായത് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിറ്റിയിലെ ഭാവിയിൽ വരുന്ന സൗണ്ട് പൊല്യൂഷനെ പറ്റി വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് വളരെ ഇത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേ ടൂൾസും മോഡൽസും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ വളരെയധികം റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അത് എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ചിലുള്ള എല്ലാ ഇൻഡിക്കേറ്റേഴ്സും കണക്ട് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കി. അപ്പോൾ ലാൻഡ് യൂസ്, പിന്നെ ആൾക്കാർ പൊല്യൂഷൻ പോപ്പുലേഷൻ സൈസ്, പിന്നെ ട്രാഫിക് വോളിയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ വളരെയധികം നേരം 150-130 ഡെസിബലിന്റെ മേലെ സൗണ്ട് കേട്ടോണ്ടിരുന്നിട്ട് നമ്മുടെ ചെവി അടിച്ചു പോകും. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള കാരണം വെച്ചാൽ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, അതിന്റെ മേലെ മേ ബി മെട്രോ ലൈനൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു കണ്ടീഷനിലാണ്. ഇതൊക്കെ ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് പോയിട്ട് ആക്ച്വലി മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സ്ഥലത്തും. ചെറിയൊരു സാമ്പിൾ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാപോളേറ്റ് ചെയ്ത് ഫുൾ സിറ്റി ലെവൽ മോഡലാക്കി എടുക്കാം. അപ്പം ഇങ്ങനത്തെ കുറേ ഇതാണ് ചെയ്യുന്നത്. മാത്രമല്ല മെഷർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ടൂൾസ് യൂസ് ചെയ്യുന്നത് തന്നെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ടൂൾസ്, ലൈഡാർ സ്കാനിങ്, ലേസർ സ്കാനിങ് ഒക്കെ വെച്ചിട്ടാണ് ബിൽഡിങ്സ് ഡോക്യുമെന്റ് ചെയ്യുന്നതും ഫിസിക്കൽ കണ്ടീഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നത്. നമ്മുടെ സിറ്റിയുമായി ബന്ധപ്പെട്ട് സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ നടത്തം കുറയുന്നു എന്ന് വരെ പറഞ്ഞു. അപ്പം നടത്തം കുറയുന്നതിൻ്റെയും ഹെൽത്തിൻ്റെയും ഒക്കെ ബേസിക് ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ട്രാഫിക്കിൻ്റെ അമിതമായിട്ടുള്ള എന്താണ് ആ ഒരു ബ്ലോക്ക് കാര്യങ്ങൾ, ട്രാഫിക്കിന് ജനങ്ങൾ വല്ലാതെ എന്താണ് ഭയപ്പെടുന്ന പോലെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ആ ഒരു മത്സരയോട്ടങ്ങൾ, ഇപ്പം ബസ്സുകളൊക്കെ ആണെങ്കിൽ അമിതമായിട്ടുള്ള രീതിയിൽ മത്സരയോട്ടം ഓടുന്നു, ട്രാഫിക് വർദ്ധിക്കുകയാണ് വല്ലാതെ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒന്ന്, പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നായാൽ സിറ്റി നന്നാവും എന്നുള്ള കാര്യം വളരെയധികം സ്ഥലത്ത് പ്രൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കോഴിക്കോട് ഒരു ബസ്സിൽ ആളില്ലാതെ, കംപ്ലീറ്റ് ഇല്ലാതെ. എല്ലാ ബസ്സിലും ആവശ്യത്തിന് ആൾക്കാർ കയറുന്നുണ്ട്. എന്നിട്ടും ഇവരിങ്ങനെ ഓടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എപ്പോഴും നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമാണ്. അപ്പോൾ ഒന്നത് ഒരു ട്രാഫിക് മാനേജ്മെൻറ്റ് പ്രോബ്ലമാണ്. പിന്നെ രണ്ട്, ഇതിൻ്റെ പ്രോഫിറ്റ്, അതായത് അവരൊരു പ്രൈവറ്റ് ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് അതിന് ഉതകുന്ന പ്രോഫിറ്റ് കിട്ടിയില്ല, അവർക്ക് ആ ബിസിനസ് പൊളിയും. അപ്പോൾ അതിന് വേറൊരു മോഡലിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബസ് കോർപ്പറേഷൻ ഒരു ബസ് കമ്പനിയാണ് നടത്തുന്നത്. വളരെയധികം ബസ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ ചില ബസ് നഷ്ടത്തിലായിരിക്കും, ചില ബസ് ലാഭത്തിലായിരിക്കും. അപ്പോൾ ഓൾ ടുഗെദർ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ അവരുടെ കാശ് കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റമിലേക്ക് മാറണമെങ്കിൽ വലിയ വലിയ മുതലാളികൾക്ക് മാത്രമേ ബസ് നടത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ്. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഞാൻ എൻ്റെ ഐഡിയ അല്ല, ബോനോവട്ട മേയർ തന്നെയാണ് പറഞ്ഞത്, ബീന ടീച്ചർ പറഞ്ഞത്. നമുക്ക് ഈ ബസ്സിന്റെ ഒരു സൊസൈറ്റി ഉണ്ടാക്കി, ബസ് ഓണേഴ്സിന്റെ സൊസൈറ്റി ഉണ്ടാക്കി, ഡെയിലി ടേക്കിങ്ങിനെ മൊത്തമായിട്ടൊരു ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും പ്രോഫിറ്റ് ഷെയറിങ് ആക്കിയിരുന്നെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഓട്ടം, മത്സര ഓട്ടം നിൽക്കും. പിന്നെ മാത്രമല്ല, അങ്ങനെ ആകുമ്പോൾ ആൾക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ചും കൂടെ ധൈര്യം ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ അവർ നടക്കാനും ധൈര്യപ്പെടും, കുട്ടികൾ പുറത്ത് കളിക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ അവരുടെ ഒബീസിറ്റിയും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഒന്ന് മാറും. ആൾക്കാരെ പരിചയപ്പെട്ടു തുടങ്ങും, നെയ്ബേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കും. ഈ ഹോണടിയും ബഹളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നഗരത്തിൽ സമാധാനമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ്. ആ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മുടെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാധനമായി മാറുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ലിവബിൾ സിറ്റി ആവും തോന്നുന്നില്ല. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അതിൽ ഒന്നും മാത്രമല്ല, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അത് അവരൊരു ടീമായിരിക്കണം. അത് സിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യാന്ന് അവർക്ക് തോന്നണം, അല്ലാണ്ട് അവരുടെ ഉദ്ദേശത്തിന്. അത് മാത്രമല്ല, അത് നോക്കൂ, ചില നഷ്ടത്തിലാവാനുള്ള കാരണം ബസ്സിലടിക്കുന്ന ഡീസലിന്റെ പ്രൈസ് മാത്രമല്ല, ബസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് നോക്കണം. ഇത്രയും എംപ്ലോയീസിനെ വെച്ചിട്ട് ഒരു ബസ് റൺ ചെയ്തിന്റെ പ്രോഫിറ്റ് ആവുമോ ആ ടിക്കറ്റ് പ്രൈസിൽ? അപ്പൊ അതല്ലാതെ ബസ്സിന്റെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ GPS അതും ഇതൊക്കെ വരുന്ന സമയത്ത് ഈ ബസ്സിനെ കൺട്രോൾഡ് ലൈനിൽ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവരിക, അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയും കൂടെ സ്മൂത്ത് ആയിരിക്കും. ബസ്സിൽ ഇരുന്നിട്ടെങ്കിൽ തന്നെ ഒരു സമാധാനം, നമുക്ക് ഇരുന്നിട്ട് ലാപ്ടോപ്പ് ഒക്കെ തുറന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എത്തിക്കും. അങ്ങനെയാകുമ്പോൾ ആൾക്കാർ ബസ് കയറും. നിങ്ങൾ ഇങ്ങനെ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയാ F1 റേസിംഗ് നടക്കുകയാണെന്നുള്ളൊരു ഫീൽ കൊണ്ടിരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടില്ല. ഒരു 90% ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ബസ് ഡ്രൈവേഴ്സിനും ബസ് ഓണേഴ്സിനും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഭാഗ്യമായിരിക്കും. അതായത് എല്ലാവരും ഇങ്ങനെ
ബസ്സിലെ കിടന്ന് ഇങ്ങനെ ആവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതെ അതെ. ഈ വിദേശത്തൊക്കെ വളരെ നല്ല കംഫർട്ടബിൾ ആയ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെയാണ് ഇത്രയും ആളുകൾ ഇത്രയും പിന്നെ ജോലിക്കാരെ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്നിട്ടും അവർ നഷ്ടത്തിന്റെ കണക്കുകളാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗതാഗത മന്ത്രി, എനിക്ക് തോന്നുന്നു പുതിയ ഗതാഗത മന്ത്രി കുറച്ചും കൂടി ഇക്കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം സാറൊക്കെ ശ്രദ്ധപ്പെടുന്നു വിചാരിക്കും. ഞാൻ കണ്ടു പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു. പുള്ളി വളരെ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും പ്രൈവറ്റ് ബസ്സും പബ്ലിക് ബസ്സും പിന്നെ റിക്ഷകളും ടാക്സികളും എല്ലാം വേണം നമ്മുടെ നഗരത്തിന്. അവരെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും വേണം. അപ്പം അതിന് നഗരം അവരുടെ മാത്രമല്ല, നഗരത്തിലെ റോഡുകൾ അവരുടെ മാത്രമല്ല, ആൾക്കാരുടെ കൂടിയാണ്. അവരുടെ പൈസ കൊണ്ടാണ് നമ്മൾ ടാക്സ് എടുത്തിട്ടാണ് അത് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും അതിൽ സമാധാനവും സേഫായിട്ട് നടക്കാനും യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക, എല്ലാവർക്കും സേഫായിട്ട് ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക. അങ്ങനെയാകുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നല്ല പണത്തിൽ നിങ്ങൾ പോയി നോക്കൂ. വേറെ സ്ഥലത്തും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇവിടെ മാത്രമല്ലല്ലോ. അപ്പൊ നിങ്ങൾ ക്യൂരിറ്റി അവിടെ ഇവിടെയൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എത്രയോ പോസിറ്റീവായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടും അവർ ഇത് നടത്തുന്നത്. അത് ഈ പറയുന്ന പോലെ വലിയ ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ലാത്ത, ഇപ്പൊ യു കെയിൽ വന്നിട്ട് നടക്കില്ല. യു കെയില് ടിക്കറ്റ് ചാർജ് ഒക്കെ വളരെ എക്സസീവ് ആണ്. അത് കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് അതങ്ങനെ അത്ര വലിയ സക്സസ് ഒന്നുമല്ല. അതേസമയം മറ്റ് കൺട്രീസിൽ, ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസിലോ അല്ലെങ്കിൽ എന്താ പറയുക സൗത്ത് അമേരിക്കയിൽ, ഈവൻ ചൈനയിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ചില ഒരു വളരെ മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ബസ് സിസ്റ്റമാണ്. അത് ആൾക്കാരുടെ സേഫ്റ്റിയും ആൾക്കാരുടെ കംഫർട്ടും ആണ് മെയിൻ ആയിട്ട്, അല്ലാതെ ഒരു 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 മത്സരമോ ആയിട്ടല്ല. റോഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പേടിയാവുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ആരും റോഡിലേക്ക് ഇറങ്ങില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലും കാണില്ല. കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് വിടും? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ. അവര് പുറത്തിറങ്ങിയോ കളിക്കുകയോ ചെയ്യാതെ അവരുടെ ആരോഗ്യം കേടുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ബസ്സൊക്കെ? അപ്പൊ അത് ബസ്സല്ല, ബസ് സർവീസും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം മൊത്തമായിട്ട് ഒരു പുതിയ രീതിയിലേക്ക് അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് ട്രാൻസ്പോർട്ട് മോഡലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണം. ട്രാഫിക് വോളിയമും അനാലിസിസും ഒക്കെ ഉള്ള സ്റ്റഡി മോഡൽസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ അവിടേക്ക് ഒരു പാസഞ്ചർ അയക്കാം, അല്ലെങ്കിൽ ഇവിടേക്കൊരു എക്സ്പ്രസ് ബസ് അയക്കാം എന്നുള്ള തരത്തിലല്ല. അതിന് വളരെ കൃത്യമായിട്ട് തന്നെ അനലിറ്റിക്കലായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ആൾക്കാരിങ്ങനെ വീക്ക്ലി ഓ ഡെയിലി ബിഹേവിയർ, പീക്ക് അവേഴ്സ് അല്ലെങ്കിൽ ലാക്കിംഗ് അവേഴ്സ്, അത് എങ്ങനെ പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെ ഒരു ഫെയർ മോഡലായിട്ട് ഡെവലപ്പ് ചെയ്യാം, എക്കണോമിക് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അത് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാവണം, ഡേറ്റ വേണം. ആ ഡേറ്റ ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട്. പല ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് അത് കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്ത് അനലൈസ് ചെയ്യാനുള്ള അനാലിസിസ് ചെയ്യാനുള്ള ഇത് വേണം. അതിനുള്ള ഗവേഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എനിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെയാണ് ഞങ്ങൾ മിനിസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെയുള്ള മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്. ഒന്നാമത് കേരളത്തിലാകുമ്പോൾ ഇതൊക്കെ നടക്കുന്നുള്ളൊരു, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ഇങ്ങനെ ഒരു വിംസ് ആൻഡ് ഫാൻസി മാത്രമല്ല, ആൾക്കാരുടെ ക്രിറ്റിസിസം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ലീഡർഷിപ്പ് പറയുന്ന മാതിരി മാത്രം കാര്യങ്ങൾ നടക്കുന്നതല്ലാതെ ഉടനെ ആൾക്കാരുടെ ഒരു എന്താ പറയുക ഒരു എതിർപ്പോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായവും കൂടി ഇതിൽ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സർവേയും അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ അവരുടെ അഭിപ്രായം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള കുറേ സർവേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഷ്യൽ, എൻവയോൺമെന്റൽ, ട്രാൻസ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർവേ ഉണ്ട്. അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ കാലിക്കറ്റിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. തീർച്ചയായും. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ ഒരുപാട് പദ്ധതികൾ, ഒരു നഗരമായി ബന്ധപ്പെട്ട ഒരുപാട് വികസനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവരുടെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിന്റെ വിവിധ വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിലായിട്ട് പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാലിക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ അവരെ കൂടി നമുക്ക് കാണാനുണ്ട്. എന്തായാലും നമുക്ക് അവരെ കൂടി കണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. തൽക്കാലം നമ്മൾ സാറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഇവിടെ പറയണം. എന്തായാലും വളരെ നന്ദി. നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചത് ഈ ഒരു സാറിൻ്റെ ഒരു ഈ ഒരു വലിയ അഭിപ്രായം വേണ്ടപ്പെട്ട അധികാരികളും ആളുകളും ഒക്കെ ശ്രദ്ധയിലെത്തട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം അതൊരു വലിയൊരു വിപ്ലവമായി മാറും നമുക്കൊരു നമ്മുടെ ഒരു നഗരത്തിന്റെ ഒരു ക്രമീകരണത്തിൽ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ ചാനലും എല്ലാ മാധ്യമ പ്രവർത്തകരും നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുകയാണെങ്കിൽ ഞങ്ങളുടെ സർവേയും അതൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടുതൽ നന്നായിട്ട് ഞങ്ങളുടെ അനാലിസിസ് ഒക്കെ. തീർച്ചയായും. താങ്ക് യു. ഓക്കെ.
കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് മാത്രമല്ല അവിടുത്തെ PhD അതുപോലെ തന്നെ ഫൈനൽ ഇയർ സ്റ്റുഡൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സർവീസ്, അതും ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. അവരുടെ ടോപ്പിക്സ് ടെക്സ്റ്റൈൽസ്, ജെൻഡർ ഈക്വാലിറ്റി, അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി, സോഷ്യൽ മൊബിലിറ്റി, കോഴിക്കോടിലെ സോഷ്യൽ മൊബിലിറ്റി, ഇതൊക്കെയാണ് അവരുടെ പ്രോജക്റ്റ് ടോപ്പിക്സ്. ആ ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ വ്യക്തത അവർ തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോഴായിരിക്കും ഉണ്ടാവുക. I'm Sophie Venesh. I'm from the Wales School of Architecture. I'm a fifth-year student, so I'm doing my master's at the moment. I'm looking at informal economy, so I'm interested in workers, various different types of workers. What I've found through research is that many of these workers are not trained or do not have access to employment. Many times they are informal because of the lack of opportunities that they are given. I'm specifically looking at weaving, so I'm looking at the textile industry. I'm interested in the Comtrust building that has been closed for decades now, and I'm interested in how can this a potential center, provide opportunities for workers to register and slowly formalize, slowly receive self-employment through a center where they can register. This center would potentially provide touristic opportunities, so for tourists to engage with this weaving as a traditional knowledge and engage with craft, potentially try it out themselves. So this will incorporate experiential facilities for these workers. Many weavers today in Calicut are not able to perform their work because of the lack of opportunities given to them. Many of them are placed in villages or started doing other types of work, or vending or working in constructions. Today, many women are taking on these works, and it's because it's a physical work. They experience bodily pain, or also they need to commute sometimes to work. So there's a need for a center which is located within the city that can accommodate for these workers, these weavers, who through this center could become visible and therefore traceable within the economy. Hi, I'm Maisie. I'm a third-year student at Cardiff University studying architecture. My personal project is looking into food security within the city. So I'm looking at how food is typically imported from externally around the city, as opposed to being produced within the city walls, where like the production and food miles are higher when it comes in. So from my research, I've discovered that this is the case for Calicut, and the food is produced externally and kind of brought in throughout. So my project's looking into utilising the space within the city to grow fruit and veg, so that it has a lower product miles. I'm still looking into it to get back my information from surveys, but I'm going to introduce vertical farming and urban farms within the city, as well as help centres to promote people growing food in their gardens. Hello, I'm Charlotte. I'm a third-year student at Cardiff University Welsh School of Architecture, studying architecture. My focus is gender equality and gender-sensitive planning, looking at how I can empower women, create access to more employability, create something that gives women the opportunity to learn skills, to become financially secure, to build a community, to access employment safely in the city, create better safety across the whole city for women and everyone in the city, to look at how we can empower a gender-sensitive lens of Calicut. Hi, my name's Hannah. I'm a BSc student at Cardiff University studying architecture. My project is centred around community in the city. So that is looking at the formation of communities, where they meet, and how they affect the livability within a city. So then I'm looking at the relationship that these communities have with one another and how that affects the social cohesion within a city.
I'm Malavika. I'm a third year student at Cardiff University studying architecture. I'm researching social mobility in Coricode, so people's job opportunities and how they can climb the social ladder and change their status, whether financially or their class. So I've been researching different government schemes and different schemes to help people gain skills and learn skill development. So I talk to people working with the Udayam Home, with destitute or street dwellers, and just generally seeing how people believe, whether people believe they can actually socially mobilize. So I'm looking into how I can create skill development and skill training to allow people to improve their position and who they are in their class in Coricode. My name's Kirsty. I'm a third year student at the Welsh School of Architecture in Cardiff University, and within livable urbanism my topic focuses on the economics and more so the economic security of everyday people and small to medium-sized businesses. Whilst being here in Calicut, I'm talking to a lot of local people. They said they would like to see more tourist development in Calicut, like in cities like Trivandrum and Kochi. So I've been kind of studying the beach, studying some more cultural festivals that have been happening, and we'll be looking into seeing how tourism can help benefit Calicut economically and boosting the local economy, but additionally how tourism can help show the world what Calicut is about, their culture, their food, the literature, dance and everything that Calicut stands for.